നമസ്കാരം. മീഡിയ കമ്പാനിയുടെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതികളിലൊന്നായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡു അതിൻ്റെ വിതരണമാണ് ഇന്നലെ, അതായത് ജൂൺ മാസം 20-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3:45 ആരംഭിച്ചത്. ഇത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള വിതരണമായിരുന്നു. കേന്ദ്ര സർക്കാർ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചു. നിമിഷങ്ങൾക്കകം തന്നെ നമ്മളുടെ പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ 2000 രൂപ എത്തിച്ചേർന്നിട്ടുണ്ടാകും. ഈ തുക ലഭിച്ച എല്ലാവരും തന്നെ ഒരുപക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ടാകും. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഇനി അടുത്ത, അതായത് 24ാം ഗഡു മുതൽ അങ്ങോട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ വാർഷിക മസ്റ്ററിങ് ചെയ്യണമെന്ന രീതിയിൽ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയുമൊക്കെ ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, പലരും ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഇനി അത് മാത്രമല്ല, ചെയ്യാത്തവർക്ക് 2000 രൂപ കയറില്ല എന്നൊക്കെ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടാകും. കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് KYC മുൻപ് ഒരിക്കൽ ചെയ്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. ഈ KYC പൂർത്തിയാക്കിയവർക്കാണ് ഇപ്പോൾ 2000 രൂപയ്ക്ക് ലഭിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ KYC ഇപ്പോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായിട്ട് വാർഷിക മസ്റ്ററിങ് അല്ലെങ്കിൽ വാർഷിക KYC സംബന്ധിച്ച അറിയിപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് വാട്സപ്പ് വഴിയും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സ്രോതസ്സുകൾ വഴിയുമാണ് ഇതിൻ്റെ അറിയിപ്പുകൾ വരുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് ഒരു KYC ക്യാമ്പയിന് തുടക്കം കുറിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും നമുക്ക് KYCയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ ഒരു ഒഫീഷ്യൽ ആപ്ലിക്കേഷനുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. PM കിസാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. PM കിസാൻ GOI എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം ആപ്ലിക്കേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഓപ്പൺ ആകണമെന്ന് പോലുമില്ല. ഓപ്പൺ ആയെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് നമുക്ക് OTP അധിഷ്ഠിത വെരിഫിക്കേഷനിലൂടെ കിസാൻ സമ്മാൻ നിധിയുടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അതിൽ KYC ചെയ്തിട്ടുണ്ട് എങ്കിൽ KYC ഡൺ എന്നാണ് കാണിക്കുക. അങ്ങനെ ചെയ്തവർ വീണ്ടും ഇത് ഒന്നുകൂടി പുതുക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ കാണിക്കുന്നില്ല, നോയാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പുതുക്കിയേ മതിയാകൂ. അങ്ങനെയുള്ളവർ ആപ്ലിക്കേഷൻ വഴിയോ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ ആധാർ ഫേസ് RD എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എങ്കിലേ നമ്മളുടെ ഫേസ് സ്കാൻ ചെയ്ത് KYC പൂർത്തിയാവുകയുള്ളൂ. ഇനി അതല്ല എങ്കിൽ കോമൺ സർവീസ് സെൻറ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തി വേണം നമ്മളിത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി. നിലവിൽ വാർഷിക മസ്റ്ററിങ് ജൂൺ മാസം 30 വരെ ഉള്ളൂ എന്നൊക്കെ തരത്തിലുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. പക്ഷേ ജൂൺ മാസം 30 എന്ന് പറയുന്ന ഒരു തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാജ്യമെമ്പാടുമുള്ള നിരവധി കർഷകർ ഈ പദ്ധതിക്ക് പുറത്താകും. അതുമാത്രമല്ല, നമ്മളുടെ സംസ്ഥാനത്താണ് ഇത്തരത്തിൽ വാട്സപ്പ് വഴിയൊക്കെ ഇത്തരത്തിലുള്ള അറിയിപ്പ് പ്രചരിക്കുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല. അതുമാത്രമല്ല, KYC എന്നുള്ളത് രാജ്യവ്യാപകമായിട്ട് ഒരുമിച്ച് നടപ്പിലാക്കേണ്ട കാര്യമാണ്. അതിൻ്റെ പുതുക്കലെ സംബന്ധിച്ച് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലും അറിയിപ്പുകൾ കാണാൻ സാധിക്കും. നിലവിൽ ഇതുവരെ അറിയിപ്പ് നൽകിയിട്ടില്ല. PM കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ പോർട്ടൽ വഴിയും അറിയിപ്പുകൾ നൽകിയിട്ടില്ല. നിലവിൽ KYC മുൻപൊരിക്കൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് പൊതുവായിട്ട് ആവശ്യപ്പെട്ടതാണ്. അതിനുശേഷമുള്ള പുതുക്കൽ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും KYCയുടെ സ്റ്റാറ്റസ് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. KYCയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം KYC പൂർത്തിയാക്കുക. ഇതാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. KYC ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആനുകൂല്യം മുടങ്ങും. അതുകൊണ്ട് തന്നെ അത് ചെയ്തേ മതിയാകൂ. മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.